അപ്പൊ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. അപ്പൊ ഈ പ്ലാസ്റ്റിക്കിന് ഇതിന് മുമ്പായിട്ട് തന്നെ കോൺട്രാക്ടർ അവരുടെ ഒരു ചെലവില് ആ വാർക്ക് മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നു. പ്രഷർ പമ്പൊക്കെ കൊണ്ടുവന്നിട്ട്. അതിന് ശേഷമാണ് പിന്നെ ഇതൊക്കെ ചെയ്തത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം ക്യൂറിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാട്ടർ പ്രൂഫിങ്ങിന്റെ പരിപാടിയിലേക്ക് വന്നത്. അപ്പൊ ഈ ചെയ്ത സമയത്തെല്ലാം നമ്മളൊരു വേനൽക്കാലത്താ ചെയ്തത്. അപ്പൊ അതായത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് ഒരു ഇഷ്യൂ വരരുത് എന്ന് കരുതി അതിനനുസരിച്ച് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ PU റൂഫ് കോട്ട് ഇതാണ് പ്രൊഡക്റ്റ് നമ്മളവിടെ അപ്ലൈ ചെയ്തത് ബെർജറിന്റെ. ഇത് ഈ ഒരു ബക്കറ്റ് എന്ന് പറഞ്ഞാൽ 20 ലിറ്റർ ആണ്. അതിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ 10 വർഷം വാറണ്ടിയാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. ഇതേപോലത്തെ ഇപ്പൊ ഈ നമ്മുടെ ഡിസ്കഷനിൽ പ്രകാരം വന്നതും ഞാൻ ബെർജറിന്റെ നേരിട്ടുള്ള അവരുടെ സ്റ്റാഫ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആള് പറഞ്ഞത് ഇങ്ങനെയാണ്. 1 ലിറ്ററിന് ഏകദേശം 12 മുതൽ 15 സ്ക്വയർ ഫീറ്റ് വരെ കവർ ചെയ്യാൻ പറ്റും. നമ്മളുടെ വാർക്കയുടെ പ്രതലം അനുസരിച്ച്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്കൊരു 10, 11 ക്യാനായിരുന്നു ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിൽ ഉപയോഗിച്ച് വന്നപ്പോൾ ഏകദേശം ഒരു 7 ക്യാനേ കോൺട്രാക്ടർ ഉപയോഗിച്ചുള്ളൂ. അപ്പൊ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. 3 കോട്ട് അടിക്കുമ്പോഴത്തേക്കും അതിന്റെ ഫുൾ ക്വാണ്ടിറ്റി അവിടെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വാട്ടർ പ്രൂഫിങ്ങിന് ഉപകാരമാകില്ല എന്നുള്ളതാണ് കമ്പനി എന്ന് പറഞ്ഞത്. പക്ഷേ ഏകദേശം 14, 15 1 ലിറ്ററിന് 14, 15 സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ ഒരു 20 ലിറ്ററിന്റെ 7 ബക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും. ഈ ഏരിയ മുഴുവനും ഏകദേശം നമ്മൾ ആ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇതില്. അപ്പൊ ഈ പൈപ്പ് ഇങ്ങനെ നേരത്തെ പൊക്കി വെച്ചത് നമുക്കൊരു ആശ്വാസമായിരുന്നു. ഒന്ന് പൈപ്പ് പൊക്കി വെക്കാനുള്ള കാരണം ഒന്ന് അടികൂടെ വെള്ളം ഒഴുകി പോകാനും, 2 ഈ വാർക്കയിൽ വരുന്ന ഡയറക്റ്റ് ചൂട് പൈപ്പിലേക്ക് വന്ന് പൈപ്പ് പൊട്ടാതിരിക്കാനും കൂടിയായിരുന്നു നമ്മൾ പണ്ട് ചെയ്ത സമയത്ത് തന്നെ ചെയ്തത്. ഇപ്പൊ ഈ വാട്ടർ പ്രൂഫിങ്ങിന്റെ അഡീഷണൽ ചെയ്ത സമയത്ത് നമ്മൾ ആ ടാങ്ക് ശരിക്കും പറഞ്ഞാൽ വാർക്കയുടെ മേളിലായിരുന്നു ഇരുന്നത്. പക്ഷെ അതൊന്ന് ഒരു സ്ട്രക്ചർ സ്റ്റാൻഡ് നമ്മളൊരു ഇരുമ്പിന്റെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേളിലേക്ക് വെച്ചു. ഇനിയിപ്പോൾ ഭാവിയിലാണെങ്കിലും നമുക്ക് പിന്നീട് ഇത് മാറ്റാനായിട്ട് ഒരു പ്രയാസം വരരുതല്ലോ എന്ന് കരുതി. അപ്പൊ ഇവര് ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു. ആദ്യത്തെ കോട്ട് അടിക്കുന്നത് 50% വെള്ളത്തിൽ 50% ഈ PU റൂഫ് കോട്ട് ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ ലെയർ ഇവർ ചെയ്യുന്നത്. അത് ഒരെണ്ണം വെർട്ടിക്കലായിട്ട് ചെയ്ത രണ്ടാമത്തെ ലെയർ ഹൊറിസോണ്ടൽ ആയിരിക്കും. പിന്നെ അതിന്റെ അടുത്ത ലെയർ വീണ്ടും വെർട്ടിക്കലായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ആദ്യം അവർ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ലെയർ അടിക്കുമ്പോഴത്തേക്കും മാക്സിമം അതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉള്ളതിലേക്കൊക്കെ പോകണം. അപ്പൊ ഇതിനു മുമ്പും ഈ കമ്പനിയിൽ ഞങ്ങളൊരു കോൺട്രാക്ട് കൊടുത്തിട്ടാണ് കമ്പനി മൊത്തം വീട് പണിതത്. അപ്പൊ അന്ന് ലീക്കേജിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ എന്തോ സിമന്റ് സൊല്യൂഷൻ വെച്ച് വാട്ടർ പ്രൂഫിങ്ങിന് ചെയ്തു. പക്ഷെ അതിലൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ അത് ഡാമേജ് ആവുകയും പിന്നെ അതൊരു വലിയ പാടാവുകയും ചെയ്തു. കാരണം അതിൽ കുറെ ഭാഗത്ത് ഇത് പൊളിഞ്ഞു പോവുക, ചിലത് പൊളിഞ്ഞു പോകാതിരിക്കുക ചെയ്തു. അപ്പൊ അതൊക്കെ നമുക്ക് എഫേർട്ട് എടുത്ത് ആളെ നിർത്തി ഓരോന്നും കുത്തിപ്പൊളിച്ച് കുത്തിപ്പൊളിച്ച് ആ ഇത് കളയേണ്ട വന്നായിരുന്നു.